പ്രസിദ്ധമായ ഒമാനൂർ ശ്രോതാക്കളുടെ 1319 ആണ്ട് നേർച്ചയാണ് ഈ വർഷം നടക്കുന്നത്. നമ്മുടെ പൂർവീകരായ കാരണവന്മാർ തുടങ്ങിവെച്ച സംവിധാനങ്ങൾ തലമുറകളായി ഞങ്ങളിലേക്കെത്തി. ഇന്നും ആ കാരണവന്മാർ തുടങ്ങിവെച്ച ആ പദ്ധതി അതിന് ഒരു ഇടിവും ഉടവും ഇല്ലാതെ തന്നെ ഇന്നത്തെ കാലോചിതമായ രീതിയിൽ ഇത് നടന്നു വരുന്നു. മതപ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ഉത്ബോധന സദസ്സുകളും രാവിലെ സിയാറത്തും ഖത്മുൽ ഖുർആനും മൗലിദ് പാരായണങ്ങളും പ്രാർത്ഥനാ സദസ്സും അതിൻ്റെ ശേഷമുള്ള അന്നദാനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ളുഹ്ർ നിസ്കാരാനന്തരം അന്നദാനം നടക്കുന്നു. ആയിരക്കണക്കായ ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു. അവർക്ക് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമുണ്ടാക്കി പാകം ചെയ്യുന്നു. അവർ പാത്രം കാണിച്ചതിൽ ഞങ്ങൾ കൊടുക്കുന്നു. അവർ സന്തോഷത്തോടു കൂടി വാങ്ങുന്നു. അവർ അത് ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ പള്ളിക്ക് സമീപം സ്ഥാപിച്ചിട്ടുള്ള 2 ശുഹദാക്കളുടെ 2 പെട്ടികൾ, ആ പെട്ടികളിൽ നാട്ടുകാരായ ആളുകൾ അതുപോലെ തന്നെ മറുനാട്ടുകാരായ ആളുകൾ, ഇതിലെ സഞ്ചരിക്കുന്ന ജാതി മതഭേദമന്യേയുള്ള എല്ലാ വിഭാഗം ആളുകളും നിക്ഷേപിക്കുന്ന ചില്ലറ നാണയത്തുട്ടുകൾ അല്ലെങ്കിൽ വലിയ സംഭാവനകൾ ഇതൊക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ സംരംഭം നടക്കുന്നത്. നല്ല സാമ്പത്തിക സഹകരണങ്ങൾ എല്ലാവരിൽ നിന്നും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് വാഹനയാത്രക്കാർ ആണ് കൂടുതലും അതിൽ സമ്പത്ത് നിക്ഷേപിക്കുന്നത്. അതെല്ലാം വളരെ കൃത്യമായും വളരെ സുതാര്യമായും സത്യസന്ധമായും ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി ഇവിടെ ഒമാനൂർ മേലാമ്പ്ര മഹല്ല് കമ്മിറ്റിക്ക് കീഴിലായി അതിൻ്റെ നേതൃത്വത്തിലായി നാട്ടുകാർ നല്ല നിലയിൽ നടത്തിപ്പോരുന്നുണ്ട്. ഒമാനൂർ ശുഹദാക്കൾ എന്ന് പറഞ്ഞത് ആരാണ്? ഒമാനൂർ ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞാലി അബൂബക്കർ മൊയ്തീൻ എന്ന പേരിലുള്ള 3 പേരാണ്. ആ കാലഘട്ടത്തിൽ ഇവിടെ മറമാടുന്ന പള്ളിയില്ല. കുണ്ടോട്ടി പഴയങ്ങാടി പള്ളിയിലാണ് അവരുടെ മക്ബറയുള്ളത്. ഇന്നും അവിടെ ധാരാളം ആളുകൾ സിയാറത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ശുഹദാക്കളായത് എങ്ങനെയാണ് ഒരു ചെറിയൊരു രീതിയിൽ പറയുകയാണെങ്കിൽ? ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കൃഷികളും കാര്യങ്ങളും ഒക്കെ ചെയ്തു നല്ലൊരു രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ പ്രശ്നങ്ങളുണ്ടാക്കി വന്ന ചില സാമൂഹിക വിരുദ്ധരുമായി അവർക്ക് അവരുടെ അഴിഞ്ഞാട്ടത്തിന് ഒന്നുകൊടുക്കാതെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ സംരക്ഷണ കവചം തീർക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവർ ഷഹീദാകുന്നത്. എത്ര പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ? ഇവിടെ ഏകദേശം 3000-4000 ആളുകാർ ഇവിടെ ഭക്ഷണം അത് ഓരോ വർഷം മുമ്പോഴും ക്രമേണ വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണ്. അതിനിവിടെ ക്യൂ സിസ്റ്റമാണ്. സംഭാവന സ്വീകരിച്ചിട്ട് ലൈൻ നിന്നിട്ട് ആ ലൈൻ അടിസ്ഥാനത്തിൽ വ്യത്യാസമില്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഒരേ രൂപത്തിൽ ഭക്ഷണ വിതരണം നൽകിയാലാണ് ഇവിടുത്തെ. എവിടുന്ന് ആൾക്കാർ വന്നാലും ഭക്ഷണം കൊടുക്കും? എവിടുന്ന് വന്നാലും ഈ നേർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ മതി. വ്യത്യാസമില്ല. നാട്ടുകാരെ മറുനാട്ടെന്നുള്ള ഒരു മുൻഗണനയൊന്നുമില്ലാതെ ഒരേ രൂപത്തിൽ എല്ലാവർക്കും ഒരേ മാതിരി ഭക്ഷണം. ഓക്കെ.